ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ വളരെ സുപരിചിതമായ ഒരു പേരാ. അതൊരു അന്വേഷണ ഏജൻസിയാണ്. ഈ വൻകിട കോർപ്പറേറ്റ് രംഗത്തെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വ്യാജങ്ങളും അതൊക്കെ അന്വേഷിക്കുക, അത് പുറത്തു കൊണ്ടുവരിക, അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രസിദ്ധപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മല്ലന്മാരാ, ഒരു രാജ്യാന്തര ഏജൻസിയാണ്. അവർ ഈയിടെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിപ്പോൾ ലോകവ്യാപകമായ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഈ ബർമുഡ, മൗറീഷ്യസ് എന്നൊക്കെ പറയുന്ന ചില രാജ്യങ്ങൾ അത് ഈ നിയമവിരുദ്ധമായ പണമിടപാടുകൾക്കും ഈ പണം നിക്ഷേപിക്കലിനുമൊക്കെ വളരെ പേരുകേട്ട കുപ്രസിദ്ധമെന്നോ സുപ്രസിദ്ധമെന്നോ പറയാവുന്ന ചില രാജ്യങ്ങളാണ്. അവിടുത്തെ ചില കടലാസ് കമ്പനികളിൽ, അതിനെ ഷെൽ കമ്പനി എന്നൊക്കെ പറയും, നമ്മുടെ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള കമ്പനികളാണ്. ആ സ്ഥാപനങ്ങളിൽ നമ്മുടെ സെബിയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച്, അതുപോലെ അവരുടെ ഭർത്താവ് ധാവൽ ബുച്ച്, ഇവർക്ക് നിക്ഷേപമുണ്ട് എന്ന വളരെ സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ടാണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടത്. സ്ഫോടനാത്മകമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു റിപ്പോർട്ടാണ്. കാരണം ഇതിലെ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ളവരാണ്. ഈ സെബി എന്ന് പറയുന്നത് നമ്മുടെ ഓഹരി വിപണിയുണ്ടല്ലോ, അത് നോക്കി നടത്തുന്ന ഒരു ഏജൻസിയാണ്, സർക്കാർ സ്ഥാപനമാണ്. വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ഈ സെബി. അവരാണ് നമ്മുടെ ഓഹരി വിപണിയിൽ എന്തെങ്കിലും വെട്ടിപ്പുകളോ തട്ടിപ്പുകളോ ഒക്കെ നടക്കുന്നുണ്ടോ, വ്യാജമായ എന്തെങ്കിലും പ്രവണതകൾ അവിടെ ഉണ്ടാവുന്നുണ്ടോ, അതൊക്കെ നോക്കണം. എന്നിട്ട് അത് പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ തടയണം. അങ്ങനെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നവരുടെ, സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിനുവേണ്ടിയുള്ളതാണ് ഈ സെബി എന്ന് പറയുന്നത്. അതുപോലെ അവര് പണം നിക്ഷേപിച്ചതായി പറയുന്ന കമ്പനികൾ, അത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട ചരടുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന അദാനി ഗ്രൂപ്പാണ്. ഇവരെയൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്, അതുപോലെ തന്നെ സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ടായിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ടും മാധബി പുരി ബുച്ചും ധാവൽ ബുച്ചും സെബിയുമൊക്കെ ഈ റിപ്പോർട്ട് നിരാകരിച്ചു, നിഷേധിച്ചു, അല്ലെ തള്ളിക്കളഞ്ഞു. അതേസമയം നമ്മുടെ 56 ഇഞ്ച് നെഞ്ചു വിസ്താരമുള്ള നമ്മുടെ സർക്കാരുണ്ടല്ലോ, അതിനെപ്പറ്റി തൽക്കാലം ഒന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, മൗനം പൂണ്ട് ഇരിക്കുക. പക്ഷേ ഈ ഹിൻഡൻബർഗ് അവന്മാരത്ര ചില്ലറക്കാരല്ല. അവര് ഈ മാധബി ബുച്ചിൻ്റെയും ധാവലിൻ്റെയും സെബിയുടെയും അതുവഴി നമ്മുടെ സർക്കാരിൻ്റെയും മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് വെല്ലുവിളിക്കുക, ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, എന്നിട്ട് സുതാര്യമായ അന്വേഷണത്തെ നേരിടുക. ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കാർ അത്യാവശ്യം ഇതുവരെ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന ഈ നിമിഷം വരെ നിശബ്ദത പാലിച്ചിരിക്കുക. പക്ഷെ ഗവൺമെന്റും BJP ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരിയമ്പുറത്തുകൂടി നടക്കുക. അവിടുന്ന് എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടുമോ, ഏതെങ്കിലും തരത്തിൽ അവര് എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു വിഷമവൃത്തമുണ്ടല്ലോ, ഈ കുഴപ്പമുണ്ടല്ലോ, അതിലെങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ കൂടെ പിടിച്ച് ഇടാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് BJPയും BJPയുടെ സർക്കാരും. അതുകൊണ്ടാണ് നിക്ഷേപ ശതകോടീശ്വരനായ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഏജൻസിയുടെ പിന്നിൽ എന്ന ഒരു വാദവുമായി ഇവ BJP രംഗത്ത് വന്നിരിക്കുന്നത്. അവര് നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന രവിശങ്കർ പ്രസാദിനെയാണ് അതിനായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ജോർജ് സോറസ് എന്ന് പറയുന്ന ആള് ഹംഗറിയിലെ നാസി ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ഒരു പയ്യനാണ്. അവൻ പിന്നീട് ലണ്ടനിലെത്തി. അവിടെ അവൻ റെയിൽവേ പോർട്ടറായിട്ട് പണിയെടുത്തു, ഹോട്ടലുകളിൽ വെയിറ്ററായിട്ട് ജോലി നോക്കി. അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ട് പഠിച്ചു. ഒടുവിൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടി.
പിന്നീടാണ് അദ്ദേഹം ഈ നിക്ഷേപ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ രംഗത്തെ ഒരു മഹാമല്ലനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഈ ഹിൻഡൻബർഗ് ഏജൻസിയുടെ പിന്നിൽ എന്ന് BJP ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനാണെന്നാണ് BJP പറയുന്നത്. 2023 ഈ റിപ്പോർട്ട്, അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മ്യൂണിക്കിൽ നടന്ന ഒരു അന്താരാഷ്ട്ര യോഗത്തിൽ ഈ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു. അവിടെ വെച്ച് ഈ ജോർജ് സോറൻ എന്ന് പറയുന്ന ആള് ഈ റിപ്പോർട്ടിനെ പരാമർശിച്ച് സംസാരിച്ചു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങേരെ ഈ ലോക ഓഹരി വിപണിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാ, അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാ, അവിടുത്തെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിച്ചു. അദാനിക്ക് മോദി സർക്കാർ നൽകുന്ന പിന്തുണയൊക്കെ ആ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു. അതുപോലെ തന്നെ മോദിക്ക് അത്ര ജനാധിപത്യം പോരാ എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊന്നുകൂടി പറഞ്ഞു, ഒരുപക്ഷെ ഈ അദാനി അഫെയർ, അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ട് ചിലപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് കാരണമായേക്കും എന്ന് അന്ന് മ്യൂണിക്കിൽ ഈ ജോർജ് സോറസ് പറഞ്ഞതാ. അത് കേട്ട് അന്നേ BJPക്ക് കുരു പൊട്ടിയതാ, അന്നേ നോക്കി വെച്ചിരുന്നതാ, അന്നേ അദ്ദേഹത്തെ ഒരു ഇന്ത്യ വിരുദ്ധനായിട്ട് BJP പ്രഖ്യാപിച്ചതാ. ഇപ്പോ ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് അദാനിക്കെതിരെ, സെബിയുടെ ചെയർപേഴ്സണെതിരെ അത് പുറത്തു വരുമ്പോൾ വീണ്ടും BJP ഈ ജോർജ് സോറസിനെ പിടിച്ച് മുന്നോട്ട് നിർത്തിയിരിക്കുക. അത് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണവും നമ്മുടെ രവിശങ്കർ പ്രസാദ് ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അദ്ദേഹം ഈ ജോർജ് സോറസിന്റെ ഒരു ഏജന്റാണ് എന്ന വളരെ അതിപ്രധാനമായ അതിരഹസ്യമായ ഒരു കാര്യം കൂടി നമ്മുടെ രവിശങ്കർ പ്രസാദ് നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വളരെ സ്ഫോടനാത്മകമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ആളുകളെ കൊണ്ട് മാത്രമല്ല അത് അത്രയ്ക്ക് സുപ്രധാനമാവുന്നത്. 1923 അന്ന് ഇവരിറക്കിയ ഒരു റിപ്പോർട്ടിനെ പറ്റി നമ്മൾ നേരത്തെ പരാമർശിച്ചു. അത് വലിയ വിവാദ വിഷയമായി. അന്ന് പ്രതിപക്ഷം അതിനെക്കുറിച്ചൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും സർക്കാർ തയ്യാറായില്ല. അതിന് പകരം ചെയ്തത് സെബിയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. സെബിയുടെ ചെയർപേഴ്സൺ ആരാ? നമ്മുടെ മാധവിപുരി ബുച്ച്. ഈ മാധവിപുരി ബുച്ച് അധ്യക്ഷയായ സെബി ഈ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ അവസാനം അദാനിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സുപ്രീം കോടതിയിൽ അദാനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കേസിൽ കോടതി ഈ റിപ്പോർട്ട് നിരാകരിച്ചത്, തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണും അദാനി ഗ്രൂപ്പുമായിട്ടുണ്ടായിരുന്ന ബന്ധം കാരണമാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ശരിയായിട്ടുള്ള അന്വേഷണം നടക്കാതെ പോയത് എന്നാണ്. ഇതാണ് വളരെ സുപ്രധാനമായ ഒരു കാര്യം. ഈ റിപ്പോർട്ടിൻ്റെ പിന്നിൽ അന്തർഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ 2023 ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അന്വേഷണവുമായി കൂടി ബന്ധപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ വീഡിയോയിൽ കടക്കുന്നില്ല. പക്ഷേ ഈ മൗറീഷ്യസ് ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെന്ന് ബുച്ച് ദമ്പതികൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് എതിരായിട്ട് പുറപ്പെടുവിച്ച ഒരു വിശദീകരണക്കുറിപ്പിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ബുച്ച് ദമ്പതികളുടെ വിശദീകരണത്തെ ഹിൻഡൻബർഗ് തള്ളിക്കളയുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാധവിപുരി സെബിയുടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ ബിസിനസ്സിലും നിക്ഷേപങ്ങളിലും ഏതൊക്കെ തരത്തിലാണ് സഹായിച്ചത്, സഹകരിച്ചത് എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ചിരിക്കുകയാണ്. അവരുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഇടപാട് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരും എന്ന് തന്നെയാണ്. ഹിൻഡൻബർഗ് ഒരു കടലാസ് കമ്പനിയാണെന്ന് സർക്കാർ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒപ്പം തന്നെ BJP പറയുന്നത് ഈ സോറസിനെ പോലെയുള്ള, ജോർജ് സോറസിനെ പോലെയുള്ള ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വൻകിടക്കാരനായ
നിക്ഷേപ ശതകോടീശ്വരനാണ് ഇതിലെ പ്രധാന നിക്ഷേപകനെന്നാണ്. സോറസിനെ പോലൊരു നിക്ഷേപകൻ ഇതിൻ്റെ ഉള്ളും പുറവും എല്ലാം നല്ല വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇതുപോലൊരു കടലാസ് കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ പണം നിക്ഷേപിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അദാനി എന്ന് പറയുന്നത് നമ്മുടെ മോദി സർക്കാരിൻ്റെ മാനസ പുത്രനാണ്. അതുപോലെ തന്നെയാണ് സെബിയുടെ ചെയർപേഴ്സണായ മാധവിപുരി ബുച്ചും. രണ്ടുപേരെയും വെള്ളപൂശിയെടുക്കണം. അതാണ് സർക്കാരിൻ്റെയും BJPയുടെയും ആവശ്യം. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോപണങ്ങളുമായി BJPയുടെ മുൻ നേതാവ് രവിശങ്കർ പ്രസാദിനെ വേഷം കെട്ടിച്ച് രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വഴി ഹിൻഡൻബർഗും ജോർജ് സോറസും ഒക്കെ ചേർന്ന് രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് BJP ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കുന്നു. സോറസിൻ്റെ ഏജന്റാണ്. പഴയ തന്ത്രം ഒന്ന് പുതുക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് BJP. അതായത് സർക്കാരിനെ വിമർശിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, സർക്കാരിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു റിപ്പോർട്ടുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ, അതിന്മേൽ അന്വേഷണം വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ അവരെ എല്ലാം പിടിച്ച് രാജ്യവിരുദ്ധരാക്കും. അല്ലെങ്കിൽ അവരൊക്കെ രാജ്യ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നവരുടെ ഏജന്റുമാരാക്കും. ഇതുതന്നെയാണ് ഈ ഹിൻഡൻബർഗ് കേസിലും BJP എടുത്തിരിക്കുന്ന തന്ത്രം. ഹിൻഡൻബർഗിലെ പ്രധാന നിക്ഷേപകൻ ജോർജ് സോറസ് ആണെന്ന് പറയുമ്പോൾ ഒരു ഓട്ടക്കാലണയുടെ വിലയുള്ള ഒരു തെളിവിൻ്റെ കഷണം പോലും മുന്നോട്ട് വയ്ക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. രവിശങ്കർ പ്രസാദിന് സാധിക്കുന്നില്ല. വെറുതെ കൊട്ടത്താപ്പിന് ഒരു അടിയടിച്ചങ്ങ് വിടുകയാണ്. സോറസാണ് അതിൻ്റെ പിന്നിൽ. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏജന്റാണ്. അതേസമയം ഹിൻഡൻബർഗ് ആവട്ടെ തെളിവുകളുടെയും വസ്തുതകളുടെയും പിൻബലത്തോടെയാണ് ഈ സെബിയുടെ ചെയർപേഴ്സന്റെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ നിക്ഷേപങ്ങളെക്കുറിച്ച്, മൗറീഷ്യസിലും ബർമുഡയിലുമുള്ള ഷെൽ കമ്പനികളുടെ നിക്ഷേപത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. വീണ്ടും വീണ്ടും അവരെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഇതിലെ രാഹുൽ ഗാന്ധിയെ പിടിച്ചിടുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞതാ, BJPക്ക് രാഹുൽ പേടി എന്ന് പറയുന്നത് വല്ലാതെ അങ്ങ് വളർന്നിരിക്കുക. രാത്രി കിടന്നാൽ ഉറക്കം പോലും വരുന്നില്ല, ദുസ്വപ്നങ്ങൾ കാണുകയാണ്. അപ്പോഴാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ കാപാലികന്മാര്, ഇന്ത്യ വിരുദ്ധന്മാര് ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആകെ കൂടെ ഒരു അന്തരാള ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പ്രതീതിയാണ് BJPക്കും സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൂടെ പിടിച്ചതിലിടാൻ ശ്രമിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച രവിശങ്കർ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയും. അത് ഇത്തവണയും ലോക്സഭയിലേക്ക് ജയിച്ചതാ. കഴിഞ്ഞ മന്ത്രിസഭകളിലൊക്കെ അംഗമായിരുന്നു. മിടുക്കനാണെന്നാണ് BJP വൃത്തങ്ങളിൽ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇത്തവണത്തെ മന്ത്രിസഭയിലില്ല. എങ്ങനെയെങ്കിലും കടന്നുകൂടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, ന്യായമായ ആഗ്രഹമാണ്. അപ്പോൾ അതിലേറ്റവും പറ്റിയ മാർഗമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക, രാഹുൽ ഗാന്ധിയെ ഫള്ള് പറയുക എന്നുള്ളതാണ് എന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർക്കണം ശ്രീ രവിശങ്കർ പ്രസാദ്, നിങ്ങളുടെ കൈവശമാണല്ലോ റോ, ഇന്റലിജൻസ് ഏജൻസി, ED, അങ്ങനെ എത്രയെത്ര ശക്തമായ ഏജൻസികൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുണ്ട്. അവരൊന്ന് വിചാരിച്ചാൽ നിസ്സാരമായിട്ട് ഒരു ചെറിയ സമയം കൊണ്ട് ഈ ജോർജ് സോറസും രാഹുൽ ഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ, അതൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഉണ്ടയില്ലാവടി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നല്ലതു ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ വിഷയം അത്ര ഗൗനിക്കേണ്ട എന്നൊരു നിലപാട് അല്ലെങ്കിൽ തന്ത്രമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നല്ലൊരു ഏർപ്പാടാണ്. മിണ്ടാണ്ടിരുന്നാൽ മതിയല്ലോ. ഈ പോക്കറ്റടിക്കാരന് ചെപ്പയ്ക്ക് അടി കിട്ടിക്കഴിയുമ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് അങ്ങ് സ്കൂട്ടാകുന്ന ഒരു രംഗമുണ്ടല്ലോ, അതുപോലെ നിശബ്ദത പാലിക്കുന്നത് തൽക്കാലം പ്രയോജനപ്പെടും.
അതുപോലെ സർക്കാർ ഈ ഗൂഢാലോചന എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മുന്നിൽ സർക്കാരിനെ തകർക്കാൻ, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പൊളിക്കുന്നതിന് എന്തോ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. സർ, ഇത് ഗൂഢാലോചനയാവട്ടെ, അല്ലാതെ പരസ്യമായി നടന്ന ആലോചനയാവട്ടെ, ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന രാഷ്ട്രാന്തരീയ ഏജൻസി പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ വിഷയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. 2023 നമ്മളത് സെബിയെ ഏൽപ്പിച്ചു. അന്ന് അന്വേഷിച്ച സെബിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇന്നത്തെ റിപ്പോർട്ടിന്റെ വിഷയം. എന്തൊരു ഐറണിയാണെന്ന് നോക്കണേ. അപ്പൊ ഇനി ആരാ അന്വേഷിക്കുക? അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കട്ടെ എന്ന്. ആ കമ്മിറ്റിയിലും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും, യാതൊരു സംശയമില്ല. എങ്കിൽ പോലും പ്രതിപക്ഷം അതിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഈ ബബ്ബ പറയാതെ അന്വേഷിക്കാൻ മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഈ 56 ഇഞ്ച് കേൾക്കുന്നുണ്ടോ പ്രതിപക്ഷത്തിന്റെ അന്വേഷണ ആവശ്യം? അല്ലെങ്കിൽ ഹിൻഡൻബർഗ് പറയുന്നത് ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, സുതാര്യമായ അന്വേഷണത്തെ നേരിടൂ എന്നത് സർക്കാർ കേൾക്കുന്നുണ്ടോ?